ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കുറച്ച് യാത്രാ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളൊരു യാത്ര പോകുമ്പോൾ അതിന് മുന്നേ ആയിട്ട് ചെയ്യേണ്ട ഇനീഷ്യൽ പ്രിപ്പറേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് പോകാനുള്ള ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്യുന്ന തൊട്ട് തിരിച്ചു വരുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ പ്ലാൻ ചെയ്യണം. അതും പുതിയൊരു രാജ്യം വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ടൂറിസ്റ്റ് ഗൈഡ്സിന്റെ അസിസ്റ്റൻസോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ട്രാവൽ ഏജൻസീസും ട്രാവൽ പാക്കേജസ് ഒക്കെ എടുത്ത് പോകുന്നവർക്ക് കാര്യമായിട്ട് ചിന്തിക്കേണ്ടതില്ല. കാരണം അതിൽ നമ്മൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ പിന്നെ നമുക്കൊന്നും ചിന്തിക്കേണ്ടതില്ല. അവർ തന്നെ പ്ലാനിങ്ങും എക്സിക്യൂഷനും എല്ലാം അവർ തന്നെ ചെയ്യും. നമുക്ക് കാര്യമായിട്ടൊന്നും ചിന്തിക്കാനില്ല. ഞാൻ പേഴ്സണലി അങ്ങനെ പോയി വരുന്നത് ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ നല്ലപോലെ റിസർച്ച് ചെയ്ത് പ്ലാനിങ്ങോട് കൂടി പോയി വന്ന ഒരു കൺട്രിയാണ് അസർബൈജാൻ. ഞങ്ങൾ 4 പേരടങ്ങുന്ന ടീമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ടൂർ പാക്കേജ് പ്രിഫർ ചെയ്യാത്തതിന് എനിക്ക് തോന്നിയ റീസൺസ് മെയിൻ ആയിട്ടുള്ള ഒന്ന്, there is no freedom to plan and travel according to our convenience. ഭയങ്കര റിലാക്സ് ആയിട്ട് നമ്മുടെ ടൈമിനനുസരിച്ചിട്ട് അങ്ങനെ പോയി വരുന്നതാണ് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ നല്ലപോലെ റിസർച്ച് ചെയ്ത് പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ പാക്കേജ് എടുക്കുന്നതിനേക്കാളും ബഡ്ജറ്റ് കുറവിൽ പോയി വരാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുണ്ടായിട്ടും ഒരു സ്റ്റാർട്ടിങ് ട്രബിളിൽ അങ്ങനെ തന്നെ സ്റ്റക്കായി നിൽക്കുമായിരിക്കും. ഞങ്ങൾക്കും അങ്ങനെ ഒരു ഫേസ് ഉണ്ടായിരുന്നു. ഈ പൈസയൊക്കെ ആയിട്ട് പ്രാരാബ്ദമൊക്കെ മാറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോക്കുണ്ടാവില്ല. ഒന്ന് ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ നമുക്കതൊരു അഡിക്ഷൻ ആവും ഫോർ ഷുവർ. ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിപ്പം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ട്രാവൽ ചെയ്ത് തുടങ്ങിയവർക്ക് എന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആവും. ഇതിൽ പെർട്ടിക്കുലർലി അസർബൈജാൻ ട്രിപ്പിൻ്റെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് അവിടേക്ക് ടൂർ പാക്കേജസ് അല്ലാണ്ട് പോകുന്നവർ ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ചെയ്തിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, ഒരുപാട് വലിച്ചു നീട്ടാതെ നമുക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. തുടക്കക്കാർക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് പോയിട്ട് വരാൻ പറ്റുന്നൊരു കൺട്രിയാണ് അസർബൈജാൻ എന്ന് പറയുന്നത്. നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തന്നെ പോയിട്ട് വരാൻ പറ്റും. ആദ്യമായിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ ക്ലൈമറ്റ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കി കൺഫേം ചെയ്യണം. അവിടുത്തെ സീസൺ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ മാസങ്ങളിലാണ് നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ളത് എന്നൊക്കെ. അസർബൈജാനിൽ ഏറ്റവും ഫേവറബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന മാസങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ ഏപ്രിൽ, മെയ്, ജൂൺ, പിന്നെ സെപ്റ്റംബർ, ഒക്ടോബർ. ജൂലൈയിൽ അവിടെ പീക്ക് സമ്മർ ആണെങ്കിലും അത് നമുക്ക് ട്രാവൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ജൂലൈയിലായിരുന്നു. പക്ഷേ നല്ല വിൻ്റർ ഉള്ള സമയത്ത് പോയി കഴിഞ്ഞെങ്കിൽ നമുക്ക് വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഈ കാണുന്ന മിക്ക റോഡുകളും മഞ്ഞ് മൂടി കിടക്കുമായിരിക്കും. അപ്പോൾ വണ്ടി സ്കിഡ് ആവാനും അങ്ങനത്തെ പല കോംപ്ലിക്കേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബെറ്റർ നല്ല വിൻ്റർ ആവുന്ന സമയത്ത് വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ പോകാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ പോകുന്ന ഡേറ്റിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ആക്കിയതിന് ശേഷം നെക്സ്റ്റ് ചെയ്യേണ്ടത് പ്ലേസസ് ഏതൊക്കെയാണ് നമുക്ക് വിസിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് റിസർച്ച് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഏതൊക്കെയാണ് മെയിനായിട്ടുള്ള അട്രാക്ഷൻസ്, മ്യൂസിയംസ്, ലാൻഡ്മാർക്സ്, ഇവൻറ്റ്സ്, ഡെസ്റ്റിനേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ളത് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ദിവസങ്ങളിൽ അതൊരു ലിസ്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു ലിസ്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വെക്കുക. ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അതിൻ്റെ ഓപ്പണിംഗ് അവേഴ്സും ഏത് സമയത്താണ് നമുക്കവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയും ഒന്ന് നോക്കിയിട്ട് നോട്ട് ചെയ്യാം. പിന്നെ ട്രാൻസ്ലേഷൻ ആപ്സും കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. അവിടെ ഇംഗ്ലീഷ് അറിയുന്നവർ കുറവായിരിക്കും ലോക്കൽസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വേണം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോവേണ്ട സ്ഥലങ്ങളെ പറ്റിയിട്ട് റിസർച്ച് ചെയ്ത് ഫൈനലൈസ് ചെയ്തതിന് ശേഷം പിന്നീട് ചെയ്യേണ്ടത് ബഡ്ജറ്റ് പ്ലാനിങ് ആണ്. ഡെയിലി എക്സ്പെൻസസ് എങ്ങനെ വരുന്നുള്ളത് ഒരു റഫ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുക. അക്കോമഡേഷനും മീൽസും ട്രാൻസ്പോർട്ടേഷൻ പിന്നെ സൈറ്റ് സീയിങ് ഒക്കെ ആയിട്ട് എങ്ങനെയൊക്കെയാണ് പ്രൈസ് വരിക എന്നുള്ളത് ഒരു ഏകദേശം ഐഡിയ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഗൂഗിളിൽ തന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രൈസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇങ്ങനെയൊക്കെയാണ് എക്സ്പെൻസസ് വരാമെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം. പിന്നെ കറൻസി ആണെങ്കിൽ നമുക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് നല്ല പ്രൈസിന് കിട്ടുന്നിടത്ത് നിന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ട് കയ്യിൽ കരുതുന്നതായിരിക്കും നല്ലത്. ഇതൊക്കെ സെറ്റായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നീട് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതായിരുന്നു ഫ്ലൈറ്റ് ടിക്കറ്റും പിന്നെ ഹോട്ടൽ റൂംസും ബുക്ക് ചെയ്യാന്നുള്ളത്. ഫ്ലൈറ്റ് ടിക്കറ്റ്സിൻ്റെ പ്രൈസ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നമുക്ക് ഏറ്റവും ബെറ്റർ പ്രൈസ് കിട്ടുന്നത് എപ്പോഴാണോ അപ്പോൾ തന്നെ അത് ബുക്ക് ചെയ്തിടാം. ഇവിടത്തേക്ക് ട്രാവൽ ചെയ്യുന്നതിൻ്റെ വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വിസ എയർ തന്നെയാണ്. ഭയങ്കര അഫോർഡബിൾ പ്രൈസിന് അവർ ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യുന്നതിൻ്റെ എക്സ്പെൻസ് അത്രയും കുറഞ്ഞു കിട്ടും. ഇപ്പം പ്രൈസ് നമുക്ക് 700 അങ്ങനെയൊക്കെയാണ് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അതും ചെക്ക് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞ പ്രൈസിനാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. വൺസ് നമ്മുടെ ടിക്കറ്റ്സ് കൺഫേം ആയി കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോട്ടൽ റൂംസ് റിസർവ് ചെയ്തിടാം. Booking.com ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ. അതിലാകുമ്പോൾ നമുക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ്സ്, മിക്കതിനും അഡ്വാൻസ് പേയ്മെൻറ്റ്സ് ചോദിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഹോട്ടൽ റൂംസ് ബുക്ക് ചെയ്തിടാം.
ഓരോ ദിവസവും എവിടേക്കാണ് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു ഐഡിയ ആക്കിയതിന് ശേഷം വേണം അതിനനുസരിച്ചിട്ട് ഹോട്ടൽ റൂംസ് ബുക്ക് ചെയ്യാനായിട്ട്. അതിന് കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വിസ 2 രീതിയിലെടുക്കാം, ഓൺലൈൻ പിന്നെ ഓൺ അറൈവൽ. നമ്മൾ പോകുന്നതിന് മുന്നേ തന്നെ ഓൺലൈനിൽ വിസ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ പോയി കഴിഞ്ഞെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരണ്ടെന്നുള്ളതുകൊണ്ട് ഫോർ സേഫ്റ്റി നമ്മൾ ഓൺലൈനിൽ തന്നെ വിസ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അവിടെ എത്തിയിട്ട് ഡിലേ ആവുന്നതൊക്കെ പ്രശ്നമാവും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ബാഗേജിൻ്റെ കാര്യം. നമുക്ക് ടിക്കറ്റ്സ് ഭയങ്കര അഫോർഡബിൾ റേറ്റിന് കൊടുക്കുന്നതുകൊണ്ട് ബാഗേജ് ഏറ്റവും ചെറിയ സൈസിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതിൽ അലോ ചെയ്യുന്നത് 7 kg ചെറിയൊരു ബാക്ക് പാക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതെന്തായാലും എയർപോർട്ടിൽ അവർ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യുന്നുണ്ടാവും. എക്സ്ട്രാ ലഗേജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണലി പേ ചെയ്തിട്ട് അത് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ സെറ്റാക്കണം. നമ്മൾ ട്രാവൽ ചെയ്യാനായിട്ട് എയർപോർട്ടിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും പ്രിൻ്റ് ഔട്ട്സ് കയ്യിലുണ്ടായിരിക്കണം. അതായത് വാലിഡ് പാസ്പോർട്ട്, എമിറേറ്റ്സ് ID, എയർലൈൻ ടിക്കറ്റ്, വിസ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയും കയ്യിൽ പ്രിൻ്റ് ഔട്ട്സ് എന്തായാലും ഉണ്ടായിരിക്കണം. അതുകൂടാണ്ട് ഒറിജിനൽ എമിറേറ്റ്സ് ID പാസ്പോർട്ടും കൂടി കയ്യിലുണ്ടായിരിക്കണം. പിന്നീട് നമ്മൾ നോക്കേണ്ട കാര്യം അക്കോമഡേഷനും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രാൻസ്പോർട്ടേഷനും. അവിടെ നമ്മൾ വണ്ടി എടുത്ത് ട്രാവൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് മുന്നേ ആയിട്ട് നമ്മൾ പോകുന്നതിന് 1 വീക്ക് മുന്നേ ആയിട്ടെങ്കിലും നമ്മൾ അവിടെ കാറ് ബുക്ക് ചെയ്യണം. ടൂറിസ്റ്റ് ഗൈഡ്സോ ട്രാവൽ പാക്കേജോ ഒന്നും അല്ലാണ്ട് പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് റെൻറ്റിനെടുത്തിട്ട് പോകുന്നതായിരിക്കും കേട്ടോ. നമുക്ക് നമ്മുടെ ടൈമിനനുസരിച്ചിട്ട് പോകാൻ വരികയൊക്കെ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. UAE വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അവിടെ ഡ്രൈവ് ചെയ്യാൻ പോസിബിൾ ആണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ഫോർ സേഫർ സൈഡ് നമ്മൾ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടാണ് ഇവിടെ കാർ റെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 200 സംതിങ് ആണ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ലൈസൻസ് എടുക്കാനായിട്ട്. അത് കഴിഞ്ഞ് വേണ്ടത് ഡ്രൈവർക്കായിട്ടുള്ള ഒരു അപ്രൂവലാണ് അവിടെ ഡ്രൈവ് ചെയ്യാനുള്ളത്. നമ്മൾ കാർ റെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ആ അപ്രൂവലും ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ എക്സ്ട്രാ ഒരു ഡ്രൈവറോ ഒന്നിൽ കൂടുതൽ ഡ്രൈവേഴ്സോ മാറി മാറി ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ പേയ്മെൻറ്റ് 100 dirhams ആണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കും ഡ്രൈവിംഗ് അപ്രൂവൽ എടുക്കാൻ പറ്റുന്നതാണ്. അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും ഡ്രൈവ് ചെയ്യാനായിട്ടുള്ളത് നല്ലതായിരിക്കും. കാരണം നമുക്ക് മാറി മാറി ഡ്രൈവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരാൾക്ക് മാത്രമേ അപ്രൂവൽ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ലോങ് ഓടുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 2 ആൾക്കെങ്കിലും എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നൊരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പുതിയൊരു രാജ്യത്തേക്ക് പോവാണ്. അപ്പോൾ അവിടെ ഒരു ലോക്കൽ പേഴ്സണായിട്ട് നല്ലൊരു കണക്ഷൻ കീപ്പ് ചെയ്യുന്നത് ഭയങ്കര യൂസ്ഫുൾ ആവും. നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞെങ്കിൽ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അവർക്ക് ഏതെങ്കിലും രീതിയിൽ അതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ കാർ റെൻറ്റിന് എടുക്കുന്ന സമയത്ത് ഒരു ലോക്കൽ പേഴ്സണായിട്ടാണ് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സിഗ്നൽസിൻ്റെയൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ അവരെ വിളിച്ചപ്പം പിന്നൊരു പ്രശ്നം വരുന്നത് അവിടുത്തെ പോലീസ് ഓഫീസേഴ്സിൻ്റെയാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ്ങിനായിട്ട് നിന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ട് പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഫൈൻ എന്നൊക്കെ പറഞ്ഞ് ചൊറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവരെ വിളിച്ചു കഴിഞ്ഞെങ്കിൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ സോൾവായി കിട്ടും. ആൻഡ് ഫൈനലി നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നാവിഗേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊബൈൽ ഡാറ്റ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓഫ്ലൈൻ മാപ്പ് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അവിടുത്തെ സിം കാർഡ് നമ്മൾ എയർപോർട്ടിൽ എത്തിയ സമയത്ത് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വിത്ത് ഡാറ്റയാണ് നമ്മൾ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇനീഷ്യലി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോസിലായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത്യാവശ്യം ഒരു ബിഗിനറിന് ട്രാവൽ ചെയ്യുന്നതിന് മുന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും കമ്മിങ് വീഡിയോസിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.